യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശ്വാസത്തെക്കുറിച്ചാണ്, അഥവാ പ്രാണായാമ ആൻഡ് ബ്രീത്ത് എക്സസൈസുകൾ വഴി നമുക്കുണ്ടാവുന്ന മെച്ചങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ജീവിതം ഒരു ശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതവും അവസാനിക്കുന്നു. അപ്പോൾ തന്നെ ശ്വാസത്തിന്റെ പ്രത്യേകത നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതാണ്. യോഗയിൽ ശ്വാസോച്ഛ്വാസത്തിന് ഒരു വെറും ശ്വാസമായിട്ടല്ല കാണുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിന്റെ തന്നെ അടിത്തറയാണ്. അതേപോലെ തന്നെ നമ്മളുടെ പ്രാണനാണ്, ജീവശക്തിയാണ് ഓരോ ശ്വാസവും നിശ്വാസവും. യോഗയിൽ നമ്മൾ പലപ്പോഴും കേൾക്കാം പ്രാണനാണ്, പ്രാണവായുവാണ് എന്നൊക്കെ. ബ്രീത്ത് ഈസ് ലൈഫ് എന്ന് എപ്പോഴും പറയും. സത്യമാണ്. നമ്മളുടെ ഒരു ഇൻഹലേഷനും എക്സലേഷനും മാത്രമായിട്ടല്ല യോഗ നമ്മുടെ ഓരോ ശ്വാസത്തെയും കാണുന്നത്. അത് അതിൻ്റെ പൂർണ്ണമായ എനർജി അല്ലെങ്കിൽ പ്രാണൻ നമ്മുടെ ജീവശരീരത്തിലെ ഓരോ സെല്ലുകൾക്കും എത്തിച്ചു കൊടുക്കുന്നതായിട്ടാണ് യോഗ കാണുന്നത്. ഈ പ്രാണയെ നമ്മൾ നേരെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ യോഗിക് പ്രാക്ടീസിന്റെ തന്നെ ഹാർട്ടായിട്ട് കാണുന്നത്. ഓരോ ആസനയും പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മുടെ ശ്വാസോച്ഛ്വാസം കൂടി എടുക്കുമ്പോഴാണ് അത് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ശ്വാസത്തെ ശ്രദ്ധിക്കാതെ നമ്മൾ ഓരോ ആസനയും ചെയ്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് പോലെ ആയിപ്പോവും. പക്ഷേ ശ്വാസം കൂടി അതിൽ കോൺഷ്യസ്ലി നമ്മൾ ശ്രദ്ധിച്ച് യോഗാസനം ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മളുടെ മൈൻഡിലേക്ക് കടക്കുന്നതും ഒരു മെഡിറ്റേഷൻ പോലെ ഓരോ ആസനയും ആവുന്നതും. അതേപോലെ നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പാരാസിന്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തെ കാമാക്കാനും ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റിലാക്സ്ഡ് ആവാനും സ്ട്രെസ് കുറയ്ക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഒരു ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ സെന്റേർഡ് ആയും റിലാക്സ്ഡ് ആയിട്ടും തോന്നാറില്ലേ? അത് ഇതുകൊണ്ട് തന്നെയാണ്. ഡീപ്പ് ബ്രീത്ത് നമ്മളെ കാമാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ യോഗയിൽ പറയുന്ന പ്രാണായാമ, അതായത് നമ്മളുടെ ആർട്ട് ഓഫ് കൺട്രോളിങ് ദ ബ്രെത്ത്. നമ്മുടെ ബ്രെത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രാണായാമാസ് എന്ന് പറയുന്നത്. അതിൽ നാഡീശോധന പ്രാണായാമ, ഭ്രമരി പ്രാണായാമ, ഭസ്ത്രിക പ്രാണായാമ, ഈ പ്രാണായാമസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെ കാമാക്കാനും നമ്മുടെ ശരീരത്തിലെ എനർജി റെഗുലേറ്റ് ചെയ്യാനും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ മൈൻഡ് കാമാക്കാനും എല്ലാം സഹായിക്കുന്നവയാണ്. നമ്മളുടെ ഓരോ ബ്രീത്തും നമ്മളുടെ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. നമ്മുടെ മനസ്സ് പാസ്റ്റിലും ഫ്യൂച്ചറിലും എല്ലാം ചുറ്റിത്തിരിയുകയാണെങ്കിലും നമ്മൾ അപ്പോൾ തന്നെ നമ്മളുടെ ബ്രീത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മുടെ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നെ നിങ്ങൾ ഓവർവെൽംഡ് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിരിക്കുകയാണ് എന്നൊക്കെ ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നിങ്ങളുടെ ആങ്കർ. അപ്പോൾ ആ ആങ്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ബോഡിയിലേക്കും മൈൻഡിനെയും അത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രീത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നത് ഒരു ടൂൾ മാത്രമല്ല, യോഗയുടെ ഒരു പ്രധാന ഘടകം കൂടിയാണ്. നിങ്ങൾക്ക് ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യോഗയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് ആയിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ മാറ്റിലേക്ക് ആസനകൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രീത്തിങ് കൂടി ഒപ്പം ചെയ്യൂ. അത് രണ്ടും കൂടി ഒപ്പം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യോഗ കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങളുടെ അറ്റൻഷൻ ബോഡി മൂവ്മെന്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബ്രെത്തിലേക്കും പോകണം. ബ്രെത്ത് കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടി നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സമ്പൂർണ്ണമായ ഫലം ലഭിക്കുക. ഇത് രണ്ടും കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.